CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ കളത്തിലേക്ക്. ഇനി പ്രചരണത്തിന് 2 ആഴ്ച മാത്രം. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി. ഡിസംബർ 13-ന് ജനവിധി അറിയാം. കുന്നംകുളത്ത് മത്സര രംഗത്തുള്ളത് 132 പേർ. എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് LDF. UDF 38 സീറ്റിലും NDA 35 സീറ്റിലും RMP 6 സീറ്റുകളിലും മത്സരിക്കും. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ 39-ാം വാർഡ് വടുതലയിൽ. അന്തിമചിത്രം തെളിഞ്ഞതോടെ ചാവക്കാട് നഗരസഭയിൽ 33 വാർഡുകളിലേക്കായി മത്സര രംഗത്തുള്ളത് 105 സ്ഥാനാർത്ഥികൾ. 49 പുരുഷന്മാരും 56 സ്ത്രീകളുമാണ് ജനവിധി തേടുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ 17-ാം വാർഡ് കോഴിക്കുളങ്ങരയിൽ. കടവല്ലൂർ പഞ്ചായത്തിൽ 22 വാർഡുകളിലായി 78 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. 3 മുന്നണികൾക്കും പുറമെ ചില വാർഡുകളിൽ SDPIയും വെൽഫെയർ പാർട്ടിയും മത്സരിക്കും. UDFന് തലവേദനയായി കടവല്ലൂരിൽ 3 വിമതർ. 2, 7, 15 വാർഡുകളിലാണ് കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ KH ഷാജി, കുഞ്ഞുമുഹമ്മദ്, രാജേഷ് എന്നിവർ മത്സരിക്കുന്നത്. വിമതരായി മത്സരിക്കുന്ന 3 പേരെയും പാർട്ടി അംഗത്വത്തിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കി നേതൃത്വം. ചൂണ്ടൽ പഞ്ചായത്തിൽ മത്സരരംഗത്ത് അവശേഷിക്കുന്നത് 71 സ്ഥാനാർത്ഥികൾ. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഡമ്മി സ്ഥാനാർത്ഥികളും വിമതരായി പത്രിക സമർപ്പിച്ചിരുന്നവരും അവസാന ദിവസം പത്രിക പിൻവലിച്ചതോടെയാണ് പഞ്ചായത്തിലെ മത്സരചിത്രം വ്യക്തമായത്. ചാവക്കാട് കോൺഗ്രസിൽ ഭിന്നത. മുൻ നഗരസഭാ കൌൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ PV പീറ്റർ പാർട്ടി വിട്ട് CPMൽ ചേർന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അഭിലാഷ് V ചന്ദ്രനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കേച്ചേരിയിൽ നിന്ന് ഓട്ടോ ടാക്സി മോഷ്ടിച്ച കേസിലെ പ്രതിയെ കുന്നംകുളം പോലീസ് പിടികൂടി. ചെറനെല്ലൂർ സ്വദേശി വൈശ്യം വീട്ടിൽ 40 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ നാട്ടുകാർ പിടികൂടി നിരീക്ഷണത്തിലാക്കിയിരുന്ന മറ്റൊരു തെരുവുനായ കൂടി ചത്തു. കോട്ടപ്പടി പുളിക്കപ്പറമ്പിൽ ഇന്നലെ ഉച്ചയോടെ നിരീക്ഷണത്തിലാക്കിയിരുന്ന തെരുവുനായയാണ് ഇന്ന് പുലർച്ചെ ചത്തത്. നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവുനായ്ക്കൾക്കും നാളെ മുതൽ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നൽകും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. വെള്ളറക്കാട് ആദൂരിൽ താമസിക്കുന്ന കോട്ടയം സ്വദേശി എലവക്കാട്ട് രാജേന്ദ്രന്റെ മകൻ രാജേഷ് ആണ് മരിച്ചത്. ഫോൺ ചെയ്യാനെന്ന വ്യാജേന ഗൃഹനാഥനിൽ നിന്ന് ഫോൺ വാങ്ങി മുങ്ങിയയാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ കാർണങ്കോട്ട് ബസാർ കിഴക്കേതല മണികണ്ഠനാണ് അറസ്റ്റിലായത്. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളെ ആദരിച്ചു. ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ ഗുഡ്സ് വാഹനമിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോ റോഡരികിൽ പാർക്ക് ചെയ്ത കാറിന് പിറകിലിടിച്ച് അപകടം. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം ചൊവ്വാഴ്ച രാവിലെ 11:30-യോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ എരുമപ്പെട്ടി നമ്പറത്ത് സുരേഷ്, യാത്രക്കാരി ദൃശ്യ എന്നിവർക്ക് പരിക്കേറ്റു. വേലൂർ ശ്രീകാർത്തിയായനി ദേവീക്ഷേത്രത്തിൽ ശ്രീകോവിൽ പുനരുദ്ധാരണം നടത്തി ചെമ്പോലമേഞ്ഞ് പുതിയ താഴികക്കുടം സമർപ്പിച്ചു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദേശവിളക്കാഘോഷം ഭക്തിസാന്ദ്രമായി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഹെൽത്ത് വഴി OP ടിക്കറ്റ് സംവിധാനം ആരംഭിച്ചതായി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ അറിയിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.